ഹലോ ഫ്രണ്ട്സ്, സെലീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിങ്ങുമായിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത്. നമ്മളെ വീട്ടിലെ നാടൻ പച്ചമഞ്ഞൾ 2 ദിവസം കൊണ്ട് ഉണക്കി പൊടിക്കുന്ന രീതി എങ്ങനെയെന്ന് അതാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ നെയ്സ് പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഞാൻ ചെയ്യുന്ന ഈ രീതി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ പറമ്പിലെ മഞ്ഞളൊക്കെ ഇപ്പോൾ കിളച്ചെടുക്കുന്ന സമയമാണ്. അതിൻ്റെ തണ്ടുകളും ഇലകളൊക്കെ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്. കുറച്ച് കിളച്ചെടുത്തിട്ടുണ്ട്. ഇതിന് എനിക്ക് ആവശ്യമുള്ളത് ഞാൻ കുറച്ചെടുത്ത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ നാരുകളും മണ്ണും ഒക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാചകത്തിനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല പോലെ കഴുകിയതിന് ശേഷം ഒരു ദിവസം പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയതിന് ശേഷം ഉണക്കിയിട്ടാണ് നമ്മളത് മില്ലിൽ പൊടിച്ചെടുക്കുന്നത്. ഇത് നമുക്ക് വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി പൊടിച്ചെടുക്കുന്ന രീതിയാണ് ഇത്. മഞ്ഞളിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ചർമ്മകാന്തിക്കും മുഖഭംഗിക്കും അതേപോലെ നമ്മൾ ഷുഗറിനൊക്കെ രാവിലെ വെറും വയറ്റിൽ 1/2 ഗ്ലാസ് വെള്ളത്തിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുന്നതൊക്കെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് രാവിലെ വെയിൽ വരുന്നതിന് മുന്നേ തന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും വെയിൽ തട്ടുമ്പോൾ നല്ല പോലെ അത് വാടി വരും. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതേപോലെ പരന്ന തട്ടിലോ ഷീറ്റിലോ ഇതേപോലെ പരത്തി നമുക്കിത് വെയിലത്തേക്ക് വെക്കാം. നല്ല വെയിൽ സ്ഥലത്ത് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ നല്ല പോലെ വാടി വരും. അപ്പോൾ അതാ നല്ല പോലെ വാടി വന്നിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോഴേക്കും. ഇനി നമുക്കത് പിറ്റേന്ന് രാവിലെ പൊടിച്ചെടുക്കാം. ഒരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്കിട്ട് 2 ബാച്ചാക്കി പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ഒന്ന് പൊടിച്ചെടുക്കുന്നത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് തട്ടിലേക്ക് വീണ്ടും ഉണക്കാൻ ഇടാം. ബാക്കിയുള്ളതും ഇതേപോലെ പൊടിച്ചെടുക്കാം. ഇപ്പം എല്ലാം പൊടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഇതേപോലെ പരത്തിയതിന് ശേഷം വെയിലത്തേക്ക് വീണ്ടും വെക്കാം. ഇപ്പം നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ അത് ഉണങ്ങി കിട്ടും. വൈകുന്നേരം ആയപ്പോൾ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ തന്നെ ഇത് പൊടിച്ചെടുക്കാം. ഇപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഇതുപോലെ ക്രിസ്പി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല നെയ്സ് പൗഡറാക്കി പൊടിച്ചെടുക്കാം. അപ്പോൾ നെയ്സ് പൗഡറാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. വളരെ ഈസി അല്ലേ ഇത്. നമ്മൾ മിക്സിക്ക് കേടൊന്നും വരാത്ത രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ ഈ രീതിയിലാണ് എടുക്കാറ്. അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ അലർജിക്കോ ദിവസം രാവിലെ പുറമേൽ കഴിക്കാനൊക്കെ ഞാൻ ഇതേപോലെ മഞ്ഞൾ പൊടിച്ച് സൂക്ഷിക്കാറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. ഇങ്ങനെ നമുക്ക് സൂക്ഷിച്ച് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലിൽ സൂക്ഷിച്ചാൽ ഒരുപാട് കാലം നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ചെടുക്കാം. നമ്മുടെ വീട്ടിലൊക്കെ വല്ല പ്രാണികളോ ഇങ്ങനെ തൊപ്പപ്പുഴയോ ഇതൊക്കെ കടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് നമ്മൾ ശരീരത്തിൽ അത് ഉരച്ച് കൊടുത്താലൊക്കെ അതിൻ്റെ രോമങ്ങളൊക്കെ പോവും. പിന്നെ അലർജിക്കും ത്വക്ക് രോഗത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് മഞ്ഞൾപ്പൊടി. അത് നിങ്ങൾക്കെല്ലാം അറിയുന്നതല്ലേ. അപ്പോൾ ഇതുപോലെ ഈ റെസിപ്പി ഞാൻ വീണ്ടും വരാം.